നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൂലൈ 10 അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ച് CITU. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് CITU നേതാവ് PK മുകുന്ദൻ. കോഴിക്കോട് ജില്ലയിൽ +1 പ്രവേശനത്തിന് മതിയായ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് SDPI കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ കയറിയ യാത്രക്കാരിയെ ആക്രമിച്ച് 2 പവൻ സ്വർണം കവർന്ന കേസിൽ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരപോരാളികളെ പരിചയപ്പെടുത്തുന്ന ഈ മൊയ്തു മൗലവി സ്മാരക ദേശീയ മ്യൂസിയം നാശത്തിന്റെ വക്കിൽ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ജൂലൈ 10 അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ച് CITU. തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിലേക്ക് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അഖിലേന്ത്യാ അവകാശ ദിനം ആചരിച്ചത്. ഇതിൻ്റെ ഭാഗമായി ആദായനികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. BJP ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് വോട്ട് ചെയ്ത് കുറച്ചാളുകൾ അങ്ങനെ ചെയ്യുന്നു. ഈ ഗവൺമെന്റിന്റെ ക്ഷേമ നടപടികളുടെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ആ ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോയപ്പോ അതിനുള്ള പ്രതിഷേധം കൊണ്ട് വോട്ടുണ്ട്. ഗവൺമെന്റിനായ വോട്ടുള്ളത് ആ ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടിയാൽ ആ പ്രതിഷേധം തീരും. പെൻഷൻ, മാവേലി സ്റ്റോറുകളുടെ സാധനം, നേരത്തെ പറഞ്ഞ ചില വിഭാഗത്തിന്റെ ശമ്പളത്തിൽ വന്ന വീഴ്ച, ക്ഷേമനിധികളുടെ പ്രവർത്തനം, ഇതിലൊക്കെ വന്ന തടസ്സങ്ങൾ ഈ ഗവൺമെന്റിന്റെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പ്രതിഷേധം കാണിച്ച ആളുകളുണ്ട്. ആ പ്രതിഷേധമൊന്നും ഭരണത്തിനെതിരായ ഒരു വികാരമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരണം പോലെ അടുപ്പത്ത് വരണം. ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PK സന്തോഷ്, ജില്ലാ സെക്രട്ടറി K ഷീബ, സംസ്ഥാന സെക്രട്ടറി NK രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് CITU നേതാവ് PK മുകുന്ദൻ. ഉമ്മൻചാണ്ടി വൃത്തികെട്ട സ്വഭാവമുള്ള ആളായിരുന്നുവെന്നും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലായിരുന്നുവെന്നും ആണ് PK മുകുന്ദൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ചില വിഭാഗത്തിന്റെ ശമ്പളത്തിൽ വന്ന വീഴ്ച, ക്ഷേമനിധികളുടെ പ്രവർത്തനം, ഇതിലൊക്കെ വന്ന തടസ്സങ്ങൾ ഈ ഗവൺമെന്റിന്റെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പ്രതിഷേധം കാണിച്ച ആളുകളുണ്ട്. ആ പ്രതിഷേധമൊന്നും ഭരണത്തിനെതിരായ ഒരു വികാരമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരണം പോലെ അടുപ്പത്ത് വരണം. അക്കാലത്തുനിന്നായിരുന്നു നമ്മുടെ സഹോദരിമാർക്ക് റോഡിൽ പോകാൻ പറ്റുമായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു വെച്ചാല് അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയതുകൊണ്ട് ആ വൃത്തികേടൊന്നും കണ്ടതില്ലല്ലോ. ഈ രാജ്യം എത്ര ചർച്ച ചെയ്ത അഴിമതി കുടിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നില്ലേ UDF. CITU ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK മുകുന്ദൻ. ഗവൺമെന്റിന്റെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പ്രതിഷേധം കാണിച്ച ആളുകളുണ്ട്. ആ പ്രതിഷേധമൊന്നും ഭരണത്തിനെതിരായ ഒരു വികാരമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരണം പോലെ അടുപ്പത്ത് വരണം. അക്കാലത്തുനിന്നായിരുന്നു
നമ്മുടെ സഹോദരിമാർക്ക് റോഡിലൂടെ പോകാൻ പറ്റുമായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു വെച്ചാല് അദ്ദേഹം ഇപ്പം മരിച്ചുപോയതുകൊണ്ട് ആ വൃത്തികേടൊന്നും കാണാതില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ +1 പ്രവേശനത്തിന് മതിയായ സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് SDPI കലക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. സമരാംഗങ്ങളെ പൊതുപ്രവർത്തകൻ ഗ്രോവാസു ഷോൾ അണിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കവാടത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലേരി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളെ +1 പഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാറി മാറി വന്ന സർക്കാരുകൾ മലബാറിലെ വിദ്യാർത്ഥികളെ അവഗണിക്കുകയാണെന്നും അവരുടെ കണ്ണീര് കാണാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എത്ര പ്രയാസങ്ങൾ നിറഞ്ഞ രീതിയിലാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു SSLC പരീക്ഷ എഴുതി എനിക്ക് ഫുൾ A+ മാർക്ക് കിട്ടണം എന്ന് വാശിയോടുകൂടി രാവും പകലുമില്ലാതെ അവർ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി അവർക്ക് +1 സീറ്റിന് അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ അതിൽ പല കുട്ടികൾക്കും കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ കണ്ണീരോടുകൂടി രക്ഷിതാക്കളുടെ മുന്നിൽ, നാട്ടിലെ പൗരപ്രമാണികരുടെ മുന്നിൽ, നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ, അമ്മ, അല്ലെങ്കിൽ ചേട്ടാ, എനിക്ക് വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷത വഹിച്ചു. ഗ്രോവാസു സമരാംഗങ്ങളെ ഷാൾ അണിയിച്ച് സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ കയറിയ യാത്രക്കാരിയെ ആക്രമിച്ച് 2 പവൻ സ്വർണം കവർന്ന കേസിൽ ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടായിത്തോട് കുളത്തറമ്മൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ടൗൺ പോലീസും ചേർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടിയത്. ഈ പ്രതി ഒരു ഉണ്ണികൃഷ്ണൻ നല്ലണം ലിമിറ്റിൽ താമസിക്കുന്ന ആളാണോ. ഇയാൾ സാധാരണ രാത്രി കാലഘട്ടത്തിലാണോ ഓട്ടോ ഓടിക്കുന്നത്. ആ ദിവസം മദ്യപിക്കാറുണ്ടായിരുന്നു. ഇയാൾക്ക് നേരത്തെ തന്ന ഒരു 2 കേസ്, വലിയ ഇതുപോലെ കേസില്ല, നേരത്തെ ഒരു നമ്മുടെ അടിപൊളി കേസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിരുന്നു. അത് 3 കേസായിരുന്നു. ബാക്കി ഇയാളുടെ വേറെ ഹിസ്റ്ററി ഇല്ല. അതാണ് നമുക്കൊരു ചലഞ്ചിങ് ആയിരുന്നു. ആരാണ് ചെയ്തത്? സാധാരണ കോഴിക്കോട് നോക്കുമ്പോൾ നല്ല ഓട്ടോക്കാരാണെന്നോ കേട്ടുന്നത്. പിന്നെ ഈ ഓട്ടോക്കാരെങ്ങനെ മോർണിംഗിൽ ചെയ്തു നമുക്ക് തന്നെ വലിയ തലവേദനയായിരുന്നു. കഴിഞ്ഞ മാസം 3-ാം തീയതി പുലർച്ചെയാണ് സംഭവം. ആലപ്പുഴയിലെ മകന്റെ വീട്ടിൽ നിന്നും ട്രെയിനിൽ കോഴിക്കോട്ടെത്തിയ വയനാട് പുൽപ്പള്ളി സ്വദേശിനിയായ ജോസഫീന MCC ബാങ്ക് പരിസരത്തു നിന്നും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായാണ് ഉണ്ണികൃഷ്ണൻ ഓടിച്ച ഓട്ടോയിൽ കയറിയത്. വഴിതെറ്റി ഓടിച്ച് ചിന്താവളപ്പ് പാവമണി റോഡ് വഴി മുതലക്കുളം ഭാഗത്ത് എത്തിച്ച ശേഷം കഴുത്തിലണിഞ്ഞ 2 പവൻ സ്വർണ്ണമാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമിക്കുകയും പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്തു. ഇവർ പിന്നീട് ഓമശ്ശേരിയിലുള്ള സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടി. വീഴ്ചയിൽ 2 പല്ലുകൾ നഷ്ടപ്പെടുകയും താടിയലിന് പരിക്കേൽക്കുകയും ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര പോരാളികളെ പരിചയപ്പെടുത്തുന്ന ഈ മൊയ്തു മൗലവി സ്മാരക ദേശീയ മ്യൂസിയം നാശത്തിന്റെ വക്കിൽ. ബീച്ചിൽ കനോലി പാർക്കിലുള്ള മ്യൂസിയം കാട് പിടിച്ചു. അകത്തെ ചിത്രങ്ങളും രേഖകളും ഫർണിച്ചറുകളും നശിച്ചു. ഇരുമ്പ് സാധനങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. മൊയ്തു മൗലവി സ്മാരക മ്യൂസിയത്തിലെ ക്യൂറേറ്റർ, ശുചീകരണ തൊഴിലാളി, വാച്ച്മാൻ, സൂക്ഷിപ്പുകാരൻ തുടങ്ങിയ ജോലികളെല്ലാം വെറും 6500 രൂപ മാസശമ്പളത്തിൽ ഒരാളാണ് ചെയ്യുന്നത്. മൊയ്തു മൗലവിക്ക് സ്മാരകം വേണമെന്ന ആശയം വന്നപ്പോൾ അത് സ്വാതന്ത്ര്യ സമര ചരിത്രം വിശദീകരിക്കുന്ന മ്യൂസിയം ആകണമെന്ന് അന്നത്തെ കളക്ടറായിരുന്ന UKS ചൗഹാനാണ് അഭിപ്രായപ്പെട്ടത്. കോർപ്പറേഷൻ ഭരണം കൂടി കളക്ടറുടെ ചുമതലയുള്ള അവസരമായതിനാൽ കനോലി പാർക്കിൽ മ്യൂസിയം നിർമ്മിക്കാൻ അദ്ദേഹം തന്നെ സ്ഥലം കണ്ടെത്തി. പിന്നീട് സർക്കാരിൽ നിന്നും തുക അനുവദിച്ചു. അതിന് മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം നിർമ്മിച്ചു. അത് കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. കുറേ കാലം കഴിഞ്ഞാണ് വീണ്ടും പണം അനുവദിച്ചത്. ഒടുവിൽ 2011 MT വാസുദേവൻ നായർ മ്യൂസിയം നാടിന് സമർപ്പിച്ചു. MLA ചെയർമാനും PRD ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറുമായ കമ്മിറ്റിയാണ് മ്യൂസിയം നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. മൊയ്തു മൗലവി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അദ്ദേഹത്തിന് ലഭിച്ച താമ്രപത്രങ്ങൾ, കത്തുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിലേക്ക് മാറ്റി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 82 ചിത്രങ്ങളും വിശദമായ അടിക്കുറിപ്പോടെ സ്ഥാപിച്ചു. ഇവയെല്ലാം മ്യൂസിയത്തിൽ നശിക്കുകയാണ്. സന്ദർശകർ കുറഞ്ഞതോടെ മ്യൂസിയത്തിൽ പെരുച്ചാഴികൾ കയറി തുടങ്ങി. മ്യൂസിയം നടത്തിപ്പിനുള്ള കമ്മിറ്റിയിൽ മേയർ, MP, MLA, കോർപ്പറേഷൻ സെക്രട്ടറി, പത്രപ്രവർത്തക പ്രതിനിധികൾ, PRD ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുണ്ടെങ്കിലും മ്യൂസിയം ഉണ്ടെന്ന വിവരം അധികമാർക്കും അറിയാത്ത അവസ്ഥയാണ്. മ്യൂസിയം നവീകരിക്കാൻ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ശ്രമങ്ങളും ഫലം കണ്ടില്ല. ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് അദ്ദേഹം മ്യൂസിയം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്ന കാര്യവും ആലോചിച്ചിരുന്നു. എന്നാൽ കോർപ്പറേഷൻ വക സ്ഥലമായതിനാൽ തടസ്സം വന്നു. സ്ഥലം കോർപ്പറേഷൻ വിട്ടു നൽകിയാൽ മ്യൂസിയം ഏറ്റെടുക്കാമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞതോടെ അതും മുടങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ 18ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ജൂലൈ 13 കോഴിക്കോട്ട് നടക്കും. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. 18ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് നളന്ദ ഓഡിറ്റോറിയത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ജുഡീഷ്യൽ മെമ്പറും ചെയർമാനുമായ ശ്രീ ബൈജുനാഥ് സാറാണ്. പിന്നെ വിജിലൻസ് DYSP സുനിൽ സാറിൻ്റെ മുഖ്യപ്രഭാഷണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മുതിർന്ന പൗരന്മാരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനും പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സോഷ്യോ വാസു അദ്ദേഹത്തെയാണ് ഞങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈ രണ്ടുപേരെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇവിടെ ഹോം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ നമ്മൾ അനാഥ മന്ദിരം എന്ന് പറയാൻ പറ്റില്ല, അനാഥരല്ല എല്ലാവരും ഉള്ളവർ തന്നെയാണ്. അവിടുന്ന് ഒരു 5 ആളുകളെ ഇതിൻ്റെ കൂടെ ആദരിക്കുന്നുണ്ട്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്ഥാപക ദിനം ജൂലൈ 13 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. വിജിലൻസ് DYSP E സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും 102 വയസ്സ് പൂർത്തീകരിക്കുന്ന മുതിർന്ന പൊതുപ്രവർത്തകരുമായ സോഷ്യോ വാസുവിനെയും ആദരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് എ രത്നാകരനെ ആദരിച്ച് ദേശപോഷിണി പരിപാടി നടൻ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗത്തെ പ്രശസ്തർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ എ രത്നാകരന് ദേശപോഷിണി പബ്ലിക് ലൈബ്രറി ആദരമൊരുക്കി. ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. രത്നാകരന് ഈ ഒരു ബഹുമതി കിട്ടാൻ വളരെ വൈകിപ്പോയി എന്നുള്ളതാണ്. അല്പം വൈകിട്ടാണെങ്കിലും ഈ ഒരു പുരസ്കാര ലബ്ധിയിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. എൻ്റെ മനസ്സ് അങ്ങേയറ്റം സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും നിറഞ്ഞിരിക്കും. മലയാള നാടകവേദിയിലെ ഒരു മൂന്നാം ധാര എന്ന് വിശേഷിപ്പിക്കാവുന്ന തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള നാടകങ്ങൾ മധുമാഷിയുടെയും അതുപോലെ കെ ജി ദേവിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള നാടക സംഘങ്ങൾ ഞാൻ അതിൽ സജീവമായിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത്. അപ്പോൾ നാടക റിഹേഴ്സലിനിടയ്ക്കൊക്കെ രത്നാകരൻ്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക. വാസുവും മധുമാഷും അതുപോലെ ദേവി അങ്ങനെ കോഴിക്കോടുള്ള നാടകക്കാരൊക്കെ പറയുന്ന നടക്കുക. സംവിധായകൻ രത്നാകരൻ, നടനായ രത്നാകരൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് കണ്ടുകൊണ്ടില്ല. സാംസ്കാരിക പ്രവർത്തകൻ എ കെ രമേശ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി സുരേഷ് ബാബു, നാടകകൃത്ത് സതീഷ് കെ സതീഷ്, നാടകപ്രവർത്തകയും നടിയുമായ അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി സന്തോഷ് കുമാർ പി, പ്രസിഡന്റ് കെ യതീന്ദ്രൻ, കലാസമിതി സെക്രട്ടറി ടി പി പ്രശാന്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വായനാ പക്ഷാചരണ സമാപന ദിനത്തിൽ പത്രപ്രവർത്തകനായിരുന്ന IV ദാസിനെ അനുസ്മരിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായന പക്ഷാചരണ സമാപന ദിനത്തിൽ തിരുത്തിയാട് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംസ്ഥാന കൗൺസിൽ പ്രഥമ സെക്രട്ടറിയും പത്രപ്രവർത്തകനുമായിരുന്ന IV ദാസിനെ അനുസ്മരിക്കുകയും വായനശാല നടത്തിയ ചങ്ങാതിക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗര പദവി കോഴിക്കോടിൽ ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് അത്രയും രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അത് ലഭ്യമാകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നഗരത്തിൽ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മുടെ വായനശാലകളും നമ്മളെ എഴുത്തുകാരും വായിക്കുന്നവരുമെല്ലാം കൂടിച്ചേർന്നാണ് ഒരു സാഹിത്യ നഗരിക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയതെന്ന് മറന്നു പോകുന്നു. ഇപ്പോൾ കോഴിക്കോട്ടുകാർ ഇത്രയധികം വായിക്കുന്നവരാണോ? കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് സാഹിത്യത്തെ മുറുകെ പിടിച്ചത്? ഏതെങ്കിലും നഗരത്തിൽ പോയാൽ നമ്മൾ സാഹിത്യകാരന്റെ പ്രതിമ എവിടെയും കാണാറുണ്ട്. വായനശാല പ്രസിഡന്റ് ടി പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുരേന്ദ്രനാഥൻ അനുസ്മരണ പ്രസംഗം നടത്തി. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M ദയാനന്ദൻ, ശ്രീധരൻ കുറുങ്ങോട്, CM ഗോപാലകൃഷ്ണൻ, ബാലവേദി പ്രസിഡന്റ് ദേവ് തേജസ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി പി ശിവാനന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. IIT മദ്രാസ് വിദ്യാർത്ഥി കൂട്ടായ്മയ ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് സംഘടിപ്പിക്കുന്നു. ജനുവരി 18-നാണ് പരീക്ഷ. ഡിസംബർ 15 വരെ അപേക്ഷിക്കാം. ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് 8330020642 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഈ വർഷം നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് ഹോസ്റ്റ് ചെയ്യാണ്. അത് യങ് സ്റ്റുഡൻസിൽ സയൻസിന്റെ ഇൻട്രസ്റ്റ് ടൈലർ ചെയ്യാൻ, അതായത് സയൻസിന്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. എക്സാം 2 മോഡിലാണ് നടത്തുക, അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് ഒരു കുട്ടിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഓഫ്ലൈൻ ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നത് സ്കൂൾ ആയിട്ടുള്ള
കൊളാബറേഷനിലൂടെയാണ്. അതായത് സ്കൂളുകൾ വഴി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ വന്നിട്ട് സ്കൂൾ അധികൃതർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിനോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോ ആർക്ക് വേണമെങ്കിലും ഒരു സ്കൂളിന് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ വന്നിട്ട് അതിന് ഓപ്ഷൻ ഫില്ല് ചെയ്താൽ മതി. ശാസ്ത്ര വിഷയങ്ങളിൽ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനായി IIT മദ്രാസിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് പരീക്ഷ സംഘടിപ്പിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പരീക്ഷയിൽ ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള മാർഗനിർദ്ദേശവും സ്കോളർഷിപ്പും നൽകും. 5 മുതൽ 10 വരെ ക്ലാസ്സുകാർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷ എഴുതാം. പരീക്ഷാർത്ഥികൾക്ക് www.olympiad.tensors.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ഓരോ ക്ലാസ്സിലെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് IIT മദ്രാസ് സന്ദർശിക്കാനുള്ള അവസരവും 2 ലക്ഷത്തോളം രൂപ വരുന്ന ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകും. വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മ ഭാരവാഹികളായ ആദിൽ, റയീസ്, കൈഫ്, അവന്തിക്, അനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ദശാബ്ദങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ബിരുദഘടനയെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന പുതിയതരം കോഴ്സ് ഘടന 4 വർഷ ബിരുദമെന്ന പേരിൽ സംസ്ഥാന സർക്കാർ എല്ലാ സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നതിൽ ആശങ്കയറിയിച്ച് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. 4 വർഷ കോഴ്സ് പ്രധാനമായും സാങ്കേതിക തൊഴിൽ വിഷയങ്ങളിലാണ് ഊന്നൽ നൽകുന്നതെന്നും ഒരു വിഷയത്തിലും ആഴത്തിലുള്ള അക്കാഡമിക പഠനം 4 വർഷ പ്രോഗ്രാമിൽ ഉണ്ടാവില്ല എന്നതാണ് ഇതിനോടകം പുറത്തുവന്ന നിർദ്ദേശങ്ങളും സിലബസും വ്യക്തമാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ബിരുദ വിദ്യാഭ്യാസം മാത്രമല്ല ബിരുദാനന്തര ബിരുദവും ഗവേഷണ മേഖലയും സർവകലാശാല സംവിധാനവും പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഈ പരിഷ്കാരം കേരളത്തിലെ അക്കാദമിക വിദഗ്ധരുടെ സൂക്ഷ്മമായ അഭിപ്രായം പരിശോധിച്ചും പരിഗണിച്ചും മാത്രമേ നടപ്പാക്കാവൂ എന്നും ഭാരവാഹികളായ എം ഷാജർ ഖാൻ, ഡോക്ടർ എം ജ്യോതിരാജ്, ഷീബ സി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂലൈ 10 അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ച് CITU. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് CITU നേതാവ് PK മുകുന്ദൻ. നമ്മുടെ സഹോദരിമാർക്ക് കൂടുതൽ പോകാൻ ഉമ്മൻചാണ്ടി തന്നെ വൃത്തിയായിട്ട് പോകാൻ കാണിച്ചു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയതുകൊണ്ട്. കോഴിക്കോട് ജില്ലയിൽ +1 പ്രവേശനത്തിന് മതിയായ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് SDPI കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ കയറിയ യാത്രക്കാരിയെ ആക്രമിച്ച് 2 പവൻ സ്വർണം കവർന്ന കേസിൽ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരപോരാളികളെ പരിചയപ്പെടുത്തുന്ന ഈ മൊയ്തു മൗലവി സ്മാരക ദേശീയ മ്യൂസിയം നാശത്തിന്റെ വക്കിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.